പിന്നെ പറഞ്ഞു ഗവർണർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞ ഇതിനെ പറഞ്ഞു. ഇതൊരു ഔദ്യോഗിക ഫംഗ്ഷനാണ്, RSSന്റെ ശാഖയല്ല ഇത് പിന്നെ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ തന്നെ പടം വെച്ചോ, ആർക്കും എതിരില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ശ്രീഹരി ചേട്ടാ, നമ്മളിപ്പോ ഇന്ന് കേട്ടു വന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള പ്രശ്നം. ചേട്ടാ, എന്താണ് ചേട്ടാ ആക്ച്വലി പ്രശ്നം ഉണ്ടാവാനുള്ള കാരണവും എന്താണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മുടെ ഭാരതീയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്. അതായത് NCC കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും 3 ഘട്ടങ്ങളിലായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ സ്കൗട്ട്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി, ഞാൻ സ്കൂളിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ അതാണ് എനിക്ക് അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്ത് പറയാൻ പറ്റും. അതായത് സ്കൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് പറയുന്നത് പ്രവേശ് എന്നാണ്. പ്രവേശ്, പ്രഥമ സോപാൻ, ദ്വിതീയ സോപാൻ, തൃതീയ സോപാൻ, രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി ആൻഡ് റോവർ. ഏറ്റവും ലാസ്റ്റ് ആണ് റോവർ വരുന്നത്. ഈ രാഷ്ട്രപതി പുരസ്കാരം വരെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിലാണ്. റോവർ എന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ വിട്ട് കോളേജുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലാണ് റോവർ തലം എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്താ പറയാ, ഈ റോവർ പഠിക്കുന്നവരാണ് പിന്നീട് വന്നിട്ട് ഈ പ്രഥമ സോപാനും ദ്വിതീയ സോപാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതില് രാജ്യ പുരസ്കാരം എന്ന് പറയുന്ന ഒരു, അതായത് സ്കൗട്ട്സിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റോവറിന് താഴത്തെ അത് സ്കൂൾ തലത്തിലെ ഏറ്റവും ടോപ്പ് രാഷ്ട്രപതി പുരസ്കാരമാണ്. രാഷ്ട്രപതിക്ക് നേരെ താഴത്ത് നിൽക്കുന്നതാണ് ഈ പറയുന്ന രാജ്യ പുരസ്കാർ. അപ്പൊ ഈ രാജ്യ പുരസ്കാർ എന്ന് പറയുന്ന ഈ പുരസ്കാരം കൊടുക്കാനായിട്ട് ഗവർണറുടെ, അതായത് അവരുടെ ഓരോ കാലഘട്ടങ്ങളിലെ സ്കൗട്ട്സിന്റെ അസോസിയേഷൻ ആണ് അത് എവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ രാഷ്ട്രപതി പുരസ്കാരം എടുത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഈ രാജ്യപുരസ്കാർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവർണറുടെ അടുത്തുനിന്ന് മേടിക്കാനായിട്ട് അവിടെയാണ് ഈ പിന്നെ അസോസിയേഷൻ തീരുമാനിച്ചത്. അപ്പം ഇത് വാങ്ങിക്കാനാണ് ഈ കുട്ടികൾ അവിടെ പോയപ്പോഴാണ് സ്വാഭാവികമായിട്ടും കുട്ടികളായതുകൊണ്ട്, പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്, കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ സ്വാഭാവികമായിട്ടും ആ പ്രോട്ടോകോൾ പ്രകാരം വിളിക്കണം. അപ്പം അങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ ചെല്ലുന്നത്. പക്ഷെ ഇതിന് മുമ്പൊരു കഥയുണ്ട് ഇത് ശരിക്കും ഒരു പക വീട്ടിൽ പോലെ ആയിപ്പോയി. അതായത് ഇതിന് മുമ്പ് പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് ഈ പറയുന്ന രാജ്ഭവനിൽ തന്നെ വേറൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഉപകഥയാണ് ഇതിന്റെ. അപ്പോ അന്ന് മന്ത്രി പി രാജു CPIയുടെ ആണ്. അദ്ദേഹം ഈ പരിപാടി ബഹിഷ്കരിച്ചു. കാരണം കൃഷി വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് പുള്ളി ഇത് ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താ, അവിടെയാണ് ഈ കാരണത്തിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. ഭാരതാംബ, നമ്മൾ ഭാരതാംബ എന്ന് കേട്ടിട്ടുണ്ട്. അംബ എന്ന് പറയുന്നത് അമ്മയുടെ ഒരു പര്യായമാണ് അല്ലെ. അംബിക, അംബാലിക, ഈ പറയുന്ന അമ്മയുടെ പര്യായങ്ങളാണ് ഇതെല്ലാം. അതായത് ഭൂമിയെ സ്ത്രീ ആയിട്ടാണ് ചരിത്രാതീത കാലം മുതൽ നമ്മൾ ചിത്രീകരിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഈ അംബ എന്ന് പറയുന്ന ഭാരതത്തിന്റെ അമ്മ, അതായത് ഭാരതം എന്ന് പറയുന്ന ഭൂമിയിലെ ഭാരതം എന്ന് പറയുന്ന പ്രദേശം ഇരിക്കുന്ന, അതായത് ഭാരതം എന്ന് നമ്മുടെ സ്വന്തം രാജ്യമാണ്. അപ്പൊ നമ്മുടെ അമ്മയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പൊ ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഈ RSSകാർ, അതായത് 1925 RSS രൂപീകരിക്കുന്നത്. അപ്പൊ ഇവര് ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് അന്ന് ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക്. അപ്പൊ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ അർദ്ധരാത്രി തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതായത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, വളരെ കൃത്യമായിട്ട് അതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് അപ്പൊ അന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാവുന്നത്. 1970-കളിലാണ് ബംഗ്ലാദേശ് മാറുന്നത്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ അയൽപക്കക്കാരായിട്ടുള്ള പലരും ഈ പറയുന്ന 25-ന് ശേഷമാണ് സ്പ്ലിറ്റായി മാറുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു, അതായത് ഭാരതം എന്ന് പറയുന്ന സോക്കോൾഡ് ഭാരതത്തിന്റെ മാപ്പ് നമുക്കുള്ളത് അല്ലേ. അപ്പോ ഈ ഭാരതാംബയുടെ ഈ പറയുന്ന RSS എന്ന് പറയുന്ന സംഘടനയുടെയാണ് ഈ ഭാരതാംബയുടെ ഒരു ഇന്ത്യയുടെ മാപ്പ് പോലെ ഇരിക്കും. അതിലൊരു സ്ത്രീ നിൽക്കും, അതിലൊരു ഒരു കടുവ ഉണ്ടാവും,
ദെൻ ഒരു റൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ അതായത് ഒരു കാവി കൊടി ഉണ്ടാവും. ഇതാണ് ഒരു ഔട്ട്ലൈൻ ഈ ഒരു മാപ്പിന്റെ, അതായത് ഈ ഭാരതാംബയുടെ ചിത്രത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതാണ്. ഇത് RSSന്റെ മാത്രമാണ്. RSSന്റെ ഒരു ഭാരതാംബയുടെ ചിത്രമാണത്, അല്ലാതെ ഇന്ത്യയുടെ മാപ്പല്ല. ഇതിലെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഈ 1925 ഉണ്ടാക്കിയതുകൊണ്ട് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ഇതെല്ലാം കൂടി കൂടിയ ഒരു ടോട്ടൽ ചിത്രമാണ് ഈ പറയുന്ന ഭാരതം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കാശ്മീർ എന്ന് പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിലുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന RSSകാർ അല്ലെങ്കിൽ RSSന്റെ എന്താ പറയാ പ്രചാരകനായിരുന്ന ഒരാളാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങേര് ഈ വലിയ കാര്യമായിട്ട് എടുത്ത് പറയുന്നുണ്ടല്ലോ, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പാകിസ്ഥാനെതിരെ. ഇപ്പൊ ഈ അടുത്ത് തന്നെ യുദ്ധം നടത്തിയ കാര്യം പറയുന്നുണ്ട്, അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ പാകിസ്ഥാനും ഈ പറയുന്ന കൊടിയിൽ ഈ പറയുന്ന ഈ ചിത്രത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോ ഈ RSSന്റെ ഒരു ചിത്രം വെച്ചിട്ട് ആ ചിത്രത്തിൽ പൂവിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ എന്താണ് രാജേന്ദ്ര ചന്ദ്രശേഖർ അല്ലെ ഇപ്പോഴത്തെ രാജേന്ദ്ര ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ ഇതില് വിദ്യാഭ്യാസം, അതായത് നേരത്തെ പരിസ്ഥിതി ദിനത്തിൽ ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കോൺട്രവേഴ്സി ആയതാണ്. അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു പരിപാടി വന്ന സമയത്ത് അടുത്ത പണിയായിട്ട് കൊടുത്താണ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇത് അദ്ദേഹത്തിന് അറിയിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് അതിൽ പൂടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പൂടുവോ? അങ്ങേര് കറ കയറുന്ന മുണിച്ചാറിനാ അങ്ങേര് പൂടുവോ? അങ്ങേര് പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങേര് പറഞ്ഞു ഈ വക ഇടപാട് നടക്കില്ല, അത് നിങ്ങൾ വല്ല RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് നടത്തിയാന്ന് പറഞ്ഞു. നമുക്കപ്പോ ശിവൻകുട്ടി പറയുന്നത് കേട്ടാലോ. പിന്നെ പറഞ്ഞു ഗവർണർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു. ഇതൊരു ഔദ്യോഗിക ഫംഗ്ഷനാണ്, RSSന്റെ ശാഖയല്ല ഇത്. പിന്നെ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ തന്നെ പടം വെച്ചോ, ആർക്കും എതിരില്ല. ഈ RSSകാരന്റെ പടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു ഭരണഘടനയിൽ വിശ്വസിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇപ്പോ അതേ അഭിപ്രായമാണ് അതായത് ഞാൻ കേട്ടിരുന്നു ഇന്റർവ്യൂ, അതായത് അങ്ങനെ പറഞ്ഞത് കൃത്യമല്ലേ. അതെ അതെ, അത് കുറെ ആൾക്കാര് ന്യൂസില് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് അതായത് മറ്റേ എന്താണ് ഭരണഘടനാ വിരുദ്ധം സത്യപ്രതിജ്ഞാ ലംഘനം എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും ഇത് എങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനമാവണേ? അതായത് സത്യപ്രതിജ്ഞ എന്താണ് പറയുന്നത്? സത്യപ്രതിജ്ഞയിൽ എന്താ പറയുന്നത്? അതായത് കക്ഷി രാഷ്ട്രീയം, മതം, ജാതി, വർണ്ണം ഒന്നും നോക്കാതെ എല്ലാവർക്കും അവിടെ എല്ലാ ജാതിയും മത ആൾക്കാരവിടെ കാണുമല്ലോ. അതൊരു അങ്ങനല്ല. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ഞാനിപ്പോ ജയിക്കുന്നു, ഞാനിപ്പോ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ഞാൻ ജയിക്കുന്ന സമയത്ത് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ള ആൾക്കാരോ ആയിരിക്കും എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചിലപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു 50% വോട്ടാണെന്ന് വെച്ചോ. 49% വോട്ട് അല്ലെങ്കിൽ 45% വോട്ട് വേറെ അടുത്ത പാർട്ടിക്കാർക്കും 5% വോട്ട് വേറെ ബാക്കിയുള്ളവർക്കും ആയിരിക്കും കിട്ടിയേക്കണേ. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാത്ത ഒരു 50% കൂടി അപ്പുറത്തുണ്ട്. മനസ്സിലായോ? എനിക്ക് വോട്ട് ചെയ്തത് 50% ആൾക്കാരുള്ളൂ, എനിക്ക് വോട്ട് ചെയ്യാത്തൊരു 50% അപ്പുറത്ത് കിടക്കുന്നുണ്ട് എനിക്ക് വോട്ട് ചെയ്യാത്തത്. അപ്പൊ അവരെന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയണതാണ് ഭരണഘടനാ വിരുദ്ധം. കാരണം എനിക്ക് വോട്ട് ചെയ്ത് അല്ലാത്ത ആൾക്കാർക്കും ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോ അതില് ഈ ജാതി, മതവും, വർണ്ണവും നമ്മുടെ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇതിൽ ഭരണഘടനാ വിരുദ്ധം പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയാമോ? ഇപ്പൊ ശരിക്കും ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്തേക്കണത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തേക്കണത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറാണ്. സത്യത്തിൽ ഗവർണറാണ്. ഗവർണർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്നറിയോ? ഗവർണർക്ക് രാജ്ഭവനില് RSSന്റെ ഒരു ചിത്രം വെച്ച് അതിൽ കൂടാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ആരാ അവകാശം കൊടുത്ത്? ഏത് ഭരണഘടന? ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ഉണ്ടോ അത്? അവിടെ ശിവൻകുട്ടി പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ അവിടെ വെച്ചോ,
നമ്മുടെ മോദിയുടെ പടം വെച്ചോ? നരേന്ദ്രമോദി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അങ്ങേര് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അത് ഭരണഘടനയിലുള്ളതാണ് അല്ലേ? ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംഘടനയാണ്. RSS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. RSSന്റെ രാഷ്ട്രീയ വിഭാഗമാണ് BJP. അപ്പൊ ഈ ഒരു സംഘടനയുടെ ചിത്രം വയ്ക്കാൻ രാജ്ഭവനിൽ എന്താ അവകാശം? ഈ പട്ടി പോയിപ്പോ പേപ്പട്ടി വന്നു പറഞ്ഞോലേ, ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞപ്പോ അടുത്ത ആള് വന്നേക്കണു, അതിലും വലിയ സാധനം. അപ്പൊ ഈ പറഞ്ഞ ഗുണം ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി ആവേണ്ടത് ഇങ്ങേരാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ബീഹാറിലോ UP-യിലോ ഒക്കെ ആണെങ്കിൽ ഈ പരിപാടി നടക്കും. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ മറ്റേ നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്ന് മറ്റേ ആ പെണ്ണുങ്ങളുടെ പേര് ഞാൻ മറന്നു, ഒരു MP ആണെന്ന് ആലോചിച്ച് നോക്കണം. ഗാന്ധിജിയുടെ പടത്തിലേക്ക് നോക്കിയിട്ട് പടയെന്ന് വെടിവെച്ച ഒരു പുള്ളിക്കാരത്തിയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, മറ്റേ ഓണം എന്ന് പറയുന്നത് മഹാബലി കാര്യം മെത്തോളജിയാണ്. എന്താണ് അതിന്റെ ലോജിക്ക്? നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് അതിനെ പറ്റി. മെത്തോളജി എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കണാണ്. ഇന്നത് പറയണത് എന്താണെന്ന് അറിയാമോ? വാമന ജയന്തിയാണ് ഓണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവർ ചെയ്യണത്. കാരണം എന്താണോ നമ്മൾ ശരിക്കും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും അതിലുള്ള നല്ലത് എടുക്കുക അല്ലെ? നല്ലത് എടുക്കുക. നല്ലത് എടുത്തിട്ട് ചീത്തയെ നിങ്ങൾ തള്ളിക്കളി. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നല്ല വണ്ണം വരുത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കണത് നല്ലവണ്ണം വരുത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവം കേൾക്കണത് നല്ല വണ്ണം വരുത്തണേ ഭഗവാനെ എന്ന് പറഞ്ഞ് വണ്ണം വെപ്പിച്ചു കൊടുക്കുക. നല്ലവണ്ണം നല്ല പോലെ ആവണേ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അപ്പോ ഈ മറ്റെന്താണ് RSSന്റെ ഏറാമൂളികളായിട്ട് ഗവർണർമാരെ ഇവിടെ കൊണ്ട് വാഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഗവൺമെന്റും കേരളത്തിലെ ജനങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യില്ല. കേരളത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ പറ്റി പറഞ്ഞു. ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്ര പേർക്ക് സ്കൗട്ട്സിനെ പറ്റി അറിയും എന്നുള്ളത് അറിയില്ല. ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവും വർണ്ണവും, കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നേ. അതായത് നമ്മൾ ഈ കുട്ടികളിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അവരിലേക്ക് ഈ മോശം എന്താ പറയാ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും കുത്തിവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും? മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, മന്ത്രി ശിവൻകുട്ടി ചെയ്തതില് ഞാൻ അദ്ദേഹത്തിനെ എന്താ പറയാ 2 കൈ ഉള്ളൂ, 2 കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ 4 കൈ അടിച്ച് ഞാൻ പ്രോത്സാഹിപ്പിച്ചാണ്. കാരണം ഈ അവസരത്തിൽ അദ്ദേഹം ചെയ്തത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ ഒരു എന്താ പറയാ ഗവർണർക്കെതിരെ ഒരു കംപ്ലൈന്റ് ആയിട്ട് എങ്ങനെ അതിനെ പറ്റി നിയമവശം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പോകാൻ, വല്ല അഡ്വക്കേറ്റുമാർക്കും പോകാൻ അതിന് പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ ലംഘനത്തിന് ഞാൻ ചോദിക്കട്ടെ, ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് എന്താ പണിയെന്ന് അറിയോ? എന്താ പണി? നമ്മുടെ നിയമസഭയിൽ ഉണ്ടാക്കുന്ന ആദ്യം ഒരു കരട് രൂപ ഇതുണ്ടാവും, കരട് ഇത് വരും. ഇത് നിയമമാക്കി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ കൂടി മന്ത്രിസഭ നിയമസഭയിൽ തീരുമാനം എടുത്ത് അത് മന്ത്രിസഭ ഒരു പ്രമേയമാക്കി പാസ്സാക്കി അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ചോദ്യം ചോദിക്കണ്ട, വെറുതെ ഒപ്പിട്ട് കൊടുക്കുക. ഈ പണിയുള്ളൂ. പക്ഷെ കേരളത്തിന്റെ ആരാണോ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പൊ രാഷ്ട്രപതിയൊക്കെ പോലെ, കാരണം ആരാണ് പ്രഥമ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ്. പക്ഷേ ലോക്സഭ രാജ്യസഭയും കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ ജോലിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരാൾ തന്നെയാണ് ഗവർണർ. ഗവർണർക്ക് പറഞ്ഞ പണി ഗവർണർ ചെയ്യും. ഇവിടെ ആൾക്കാർക്ക് ആണുങ്ങളുണ്ടെന്നേ ഭരിക്കാൻ. നിങ്ങൾ RSSകാരുടെ കൊടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ RSSകാരുടെ പടവും കൊണ്ട് കേരളത്തിലേക്ക് വരണ്ട. നിങ്ങൾ അത് വാഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മലയാളികൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 100% ലിറ്ററസി സാർ. ഇത് കേരളമാണ്, കേരളം. നിങ്ങളുടെ ഗുജറാത്തും ബീഹാറും ഒന്നുമല്ല. ആ അഭ്യാസം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയും വേണ്ട. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് RSSകാരുണ്ടാവാം, BJPക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, നിഷ്പക്ഷവാദികളുണ്ടാവാം, ആരും ഉണ്ടാവാം. ഈ ഒരു കാര്യത്തിൽ ആരുടെ കൂടെ നിൽക്കുന്നു അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് പറയും. രാഷ്ട്രീയം നോക്കാതെ കൃത്യവും, അതായത് വരുന്ന തലമുറയ്ക്ക് നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.